നമ്മളുടെ ഈ ഒരു റേഡിയോയിൽ കൂടി തന്നെ നമ്മൾ പുതിയതായിട്ട് വരുന്ന ഷോപ്സ് അല്ലെങ്കിൽ പുതിയതായിട്ട് തുറക്കുന്ന റെസ്റ്റോറൻറ്റ്സിനെ പറ്റിയിട്ടൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാറുണ്ട്. അത്തരത്തിൽ റീസെൻ്റ്ലി ഓപ്പൺ ആയിട്ടുള്ള നമ്മുടെ MRA എന്ന റെസ്റ്റോറൻറ്റ് നിങ്ങളെല്ലാവരും അതിനെപ്പറ്റി അറിഞ്ഞു, പോയി അവിടുന്ന് ഭക്ഷണം കഴിച്ചവരുണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും നമ്മുടെ സ്റ്റുഡിയോയിലെ സംസാര വിഷയം തന്നെ MRA ആണ്. MRA പോയിട്ടുള്ള നമ്മുടെ സഹപ്രവർത്തകർ വന്ന് അവിടുത്തെ വിശേഷങ്ങൾ പറയുന്നു. അവിടെ പോവാൻ നമ്മളിങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ അവിടുത്തെ വിഭവങ്ങളാണ് നമ്മളെ അങ്ങോട്ടേക്ക് ഹഠാത് ആകർഷിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് എന്താണ് മലബാർ ഏരിയയിൽ നിന്നുള്ള ധാരാളം വിഭവങ്ങൾ ഞങ്ങൾ ഈ കോട്ടയം സൈഡിലുള്ളവർക്ക് അതൊക്കെ ആദ്യം കഴിക്കുമ്പോൾ വലിയൊരു സന്തോഷമാണ്. കാര്യം ഡിഫറെന്റ് ആണ്. നൂറ് തന്നെ ഇവിടെ വന്ന് ധാരാളം അവിടുത്തെ ഭക്ഷണ വിശേഷങ്ങളൊക്കെ പറയുമ്പോൾ ഒരു ആഗ്രഹം തോന്നാറുണ്ട് MRAയിലൊന്ന് പോയാലോ. MRAയില് ഈ ബേക്കറി ഐറ്റംസിനെ കുറിച്ച് ധാരാളം ഞാൻ കേട്ടിട്ടുണ്ട് അല്ലേ? അത് മാത്രമല്ല ബ്രോ, ഇപ്പം MRAയില് ഇപ്പോ നമുക്കറിയാം ഈദ് ഇങ്ങോട്ട് അടുത്ത് വന്നിരിക്കുകയാണ്. അപ്പൊ ഈദിനുള്ള ബിരിയാണിക്ക് നിങ്ങൾക്ക് പ്രീ ബുക്കിംഗ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ കുറെ ആൾക്കാർ എപ്പോഴും വീട്ടിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുമെങ്കിലും ഇതേപോലെ കുറച്ച് കൂടുതൽ ഗസ്റ്റുകൾ ഉണ്ട്, നിങ്ങൾക്ക് വീട്ടിൽ പ്രിപ്പയർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അതിനായിട്ടുള്ള ഒരു പാത്രങ്ങളോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് നേരത്തെ നമ്മളുടെ MRA വിളിച്ച് അറിയിക്കുകയാണ് ഇത്ര പേർക്കുള്ള ബിരിയാണി നിങ്ങൾക്ക് റെഡിയാക്കണം എന്ന് പറയുവാണെങ്കിൽ അവർ റെഡിയാക്കും. അതിനകത്ത് മട്ടൺ ബിരിയാണി ഉണ്ട്, ചിക്കൻ ബിരിയാണി ഉണ്ട്, ഫിഷ് ബിരിയാണി ഉണ്ട്. സോ വാട്ട് എവർ ഇസ് എന്താ നിങ്ങളുടെ ചോയ്സ്, നിങ്ങൾക്ക് ആദ്യമേ പ്രീ ബുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ഫിഷിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇനി എന്തും പറയാനുണ്ട്. ഒരു കാര്യം കൂടി ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോ പാത്രം നമ്മുടെ കയ്യിലുണ്ട്, പക്ഷെ നമുക്ക് ടൈം ഇല്ല ഉണ്ടാക്കാൻ. പാത്രം നമുക്ക് കൊണ്ട് അവിടെ കൊടുക്കാം. അതായത് നമുക്ക് വേണ്ടുന്ന ആ ഒരു ഏത് വെസലാണോ അത് നമ്മൾ അവിടെ കൊണ്ടത് കൊടുക്കുന്നു. എന്നിട്ട് പറയുന്നു ഇതിൽ നിങ്ങൾ ബിരിയാണി വെച്ച് ദമ്മിട്ട് തന്നാൽ മതി എന്ന് പറയുവാണെങ്കിൽ നമ്മൾ അവിടെ കൊണ്ട് കൊടുക്കുന്ന അതേ പാത്രം നമുക്ക് വീട്ടിൽ നിന്ന് ദമ്മ് പൊട്ടിച്ച് ആൾക്കാർക്ക് സെർവ് ചെയ്യും. ഈസി പീസിനോ. അപ്പൊ നമുക്ക് അധികം എന്താ പറയാ സ്ട്രഗിളും ഇല്ല, സംഭവം വീട്ടിലെത്തുകയും ചെയ്യും. ഗസ്റ്റുകൾ വന്നാൽ നിങ്ങൾക്ക് നല്ലോണം ദമ്മ് നിങ്ങൾ തന്നെ പൊട്ടിച്ച് എല്ലാവർക്കും സെർവ് ചെയ്യുകയും ചെയ്യാം. അപ്പൊ അടിപൊളി സംഭവമാണ്, നല്ലൊരു സംഭവമാണ്. അതെ അതെ. ഫിഷിന്റെ കാര്യം പറഞ്ഞപ്പോൾ വാദോരാതെ പറയാൻ വേണ്ടി ഇങ്ങനെ വെമ്പിരിക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു. കോട്ടയംകാർക്ക് ഫിഷ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഞാൻ അവിടെ കമന്ന് വീഴും. പ്രത്യേകിച്ച് ഫിഷ് എന്ന് കേട്ട് കഴിഞ്ഞാൽ ഇപ്പൊ ബീഫും മട്ടനും ചിക്കനും ഒക്കെ കൊണ്ടുവച്ചാലും ഞാൻ ആദ്യം ഫിഷിലേക്കായിരിക്കും നോട്ടം പോവുക. ഈ നല്ല ഫിഷ് തവ മസാല ഞാൻ കേട്ടിരുന്നു. നല്ല തിക്ക് ഗ്രേവി, അമൂറ്, സീബാസ്, സിബ്രീം അങ്ങനെ കണ്ടു കഴിഞ്ഞാണല്ലോ ഞാൻ അവിടെ കമന്ന് വീഴിഞ്ഞ. അതെ, ശരിക്കും പറഞ്ഞാൽ ഈ തവ ഫ്രൈ മസാല എന്നൊക്കെ പറയുന്നത് കുറച്ച് എന്താ പറയുക തിക്ക് ഗ്രേവിയിലുള്ള, അതും ഈ പറഞ്ഞ ഫിഷൊക്കെ അടിപൊളി യമ്മി ടേസ്റ്റ് ആയിരിക്കും. സ്പെഷ്യലി MRAയിൽ ആ ഒരു മസാല എന്ന് പറയുമ്പോൾ അത് നമ്മൾ കഴിച്ചു നോക്കിയിട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ എന്താണെങ്കിലും നിങ്ങൾ ഇതുപോലെ പ്ലാൻ ചെയ്യുന്നുണ്ട് ഈവനിങ്ങിൽ ഇങ്ങനെ ഭക്ഷണം ഡിന്നറൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് എങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും സന്ദർശിക്കാൻ മറക്കണ്ട MRA. ഓക്കെ, നമ്മുടെ അലംറ തിയേറ്റർ, പഴയ നമുക്കറിയാലോ അലംറ തിയേറ്ററിന്റെ അടുത്തായിട്ടാണ് ഈ ഒരു റെസ്റ്റോറന്റ് വരുന്നത് കേട്ടോ.